ഗൾഫ് രാജ്യങ്ങളുടെ പണം മുഴുവൻ കൂമ്പാരമാക്കി വെച്ചിരിക്കുന്നത്, നിക്ഷേപിച്ചിരിക്കുന്നത് അമേരിക്കൻ ബാങ്കുകളിലാണ്. ആ അമേരിക്കൻ ബാങ്കുകളിൽ നിന്ന് മുമ്പൊരിക്കൽ ഇതുപോലെ ഒരവസ്ഥ ഉണ്ടായപ്പോൾ അറബികൾ ഒന്നടങ്കം പണം പിൻവലിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ശ്രമം തുടങ്ങിയതേ ഉള്ളൂ, അമേരിക്ക മുട്ടുകുത്തി നിന്നു. പ്രാർത്ഥിച്ചത് കർത്താവിനോടല്ല, പ്രാർത്ഥിച്ചത് അറേബ്യൻ ഷെയ്ഖുമാരോടായിരുന്നു. ദയവ് ചെയ്ത് പിൻവലിക്കരുത്, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളാം. അതേ അവസ്ഥ വീണ്ടും സംജാതമാകും. അറബികൾ പണം പിൻവലിക്കാൻ തുടങ്ങിയാൽ, ഗൾഫ് സമ്പന്ന രാജ്യങ്ങൾ പണം, അവരുടെ പെട്രോൾ ഡോളറുകൾ പിൻവലിക്കാൻ തുടങ്ങിയാൽ അമേരിക്കയ്ക്ക് ദാരിദ്ര്യം പിടിപെടും. അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവും. അതിലൊരു സംശയവുമില്ല. അങ്ങനെയുള്ള യുദ്ധം ചെയ്യാതെ തന്നെ, ആയുധമെടുക്കാതെ തന്നെ, രക്തം ചിന്താതെ തന്നെ, നിരപരാധികളെ കൊന്നൊടുക്കാതെ തന്നെ, 11,000-ഓ 15,000-ഓ കുഞ്ഞുങ്ങളെ നരബലി കൊടുക്കാതെ തന്നെ യുദ്ധം വിജയിക്കാൻ കഴിയും ഗൾഫ് രാഷ്ട്രങ്ങൾക്ക്. അതാണ് അമേരിക്കയിൽ നിക്ഷേപിച്ചിട്ടുള്ള പണത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതൊന്നടങ്കം പിൻവലിക്കാൻ തുടങ്ങിയാൽ, അമേരിക്കൻ ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കാൻ തുടങ്ങിയാൽ അമേരിക്ക ദരിദ്രമാകും. ആ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് തികഞ്ഞ ഭീതി അമേരിക്കക്കുണ്ട്.